ഓം ശാന്തി. ജീവിതത്തിൻ്റെ യാത്രയിൽ മുന്നോട്ടു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ആത്മീയമായ വഴി തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ച ആ നിമിഷത്തെ ഞാൻ ഓർക്കുകയാണ്. ഭക്തി നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. വളരെ ഉന്നതമായ സംസ്കാരങ്ങളുള്ള കുടുംബമായിരുന്നു. അവർ വളരെ നന്നായി എന്നെ വളർത്തി. ബ്രഹ്മകുമാരി സംഘടനയുമായി എനിക്ക് സംബന്ധം വന്നപ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ വരേക്കും എന്താണോ കണ്ണുകൾ കൊണ്ട് കണ്ടത്, എന്താണോ കാതുകൾ കൊണ്ട് കേട്ടിരുന്നത്, അതിനെയാണ് ശരിയെന്ന് വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ ആത്മീയ ജ്ഞാനം എൻ്റെ മൂന്നാമത്തെ നേത്രത്തെ തുറന്നുകൊണ്ട് ജീവിതത്തിലെ സത്യത്തിനെ അനുഭവവേദ്യമാക്കി തന്നു. ഈ വിദ്യാലയത്തിൽ വന്ന് ഞാൻ ആദ്യമായി പഠിച്ച പാഠം ഇതാണ്: ഞാൻ ആരാണ്. അതുവരേക്കും ബാഹ്യരൂപത്തിനെയാണ് സത്യമെന്ന് വിചാരിച്ചിരുന്നത്. സത്യസ്വരൂപത്തിൻ്റെ പരിചയം കിട്ടിയതോടെ ഞാൻ അചരനും അമരനും അവിനാശിയുമായ ആത്മാവാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആരെയെങ്കിലും കാണുമ്പോൾ അവർ ഏതു ഭാഷയോ ധർമ്മമോ വർണ്ണമോ ആയിക്കൊള്ളട്ടെ, അവരും ചൈതന്യമായ ആത്മാവാകുന്നു എന്നുള്ള അറിവ്, ഈ ലോകനാടകത്തിൽ സ്വന്തം പാർട്ട് പ്ലേ ചെയ്യാൻ എത്തിയവരാണ് എന്നുള്ള അറിവ്, അതുവരെയും എനിക്കുണ്ടായിരുന്ന ചിന്താധാരകളെ മുഴുവൻ പരിവർത്തനപ്പെടുത്തി സത്യതയുടെ അനുഭവം തന്നുകൊണ്ട് വസുധൈവ കുടുംബകം എന്ന് കേട്ടിരുന്ന ആ സത്യത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി തന്നു. യഥാർത്ഥത്തിൽ ഈ വസുധ, ഈ വിശ്വം ഒന്നാണെന്നും നമ്മളെല്ലാവരും ആത്മാക്കളാണ് എന്നുമുള്ള ശരീരരൂപിയായ വിവിധ വർണ്ണങ്ങളിലും ഭാഷകളിലും ധർമ്മങ്ങളിലുമുള്ള പാർട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യുകയാണ് എന്നുള്ളതും, ഈ അറിവ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനമാണ് കൊണ്ടുവന്നത്. ജീവിതത്തിൽ മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കണം എന്നുള്ള സങ്കല്പമായിരുന്നു. തെറ്റുകളും കള്ളങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാം എന്തിനാണ് മാറുന്നത് എന്ന ചോദ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അവർക്ക് സഫലത ലഭിക്കുന്നുമുണ്ട്, അപ്പോൾ നമുക്കും ആ പാത പിന്തുടർന്നാൽ മതി എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇവിടെ നിന്ന് ലഭിച്ച ജ്ഞാനത്തിൽ എൻ്റെ മനസ്സിൻ്റെ അന്ധകാരം നീങ്ങിപ്പോയി. വാസ്തവികത എന്തെന്ന് മനസ്സിലായി. സത്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നി. ജ്ഞാനത്തിൻ്റെ സ്പഷ്ടീകരണം ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ, ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ജീവിതത്തിൻ്റെ പരിവർത്തന പ്രക്രിയ ആരംഭിച്ചു. എനിക്ക് മനസ്സിലായതേയില്ല, അപ്രതീക്ഷിതമായി എൻ്റെ ജീവിതം ഒരു കണ്ണാടി പോലെ ആയിത്തീർന്നു. എനിക്ക് പ്രത്യേകമായ പ്രയത്നമോ പുരുഷാർത്ഥമോ ചെയ്യേണ്ടി വന്നില്ല. എങ്കിലും ഞാൻ പഠനം തുടർന്നുകൊണ്ടേയിരുന്നു. ജ്ഞാനത്തിൻ്റെ മനനവും വിശേഷ രാജയോഗത്തിൻ്റെ പരിശീലനവും തുടർന്നുകൊണ്ടിരുന്നു. ഈ ജ്ഞാനയോഗത്തിൻ്റെ ബലമാണ് എൻ്റെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയത്. അതിനോടൊപ്പം തന്നെ പറയേണ്ടത് പരമാത്മാവിൻ്റെ പരിചയം. അതുവരെ എനിക്ക് പരമാത്മാവിനെക്കുറിച്ച് വ്യത്യസ്തമായ ചിന്തകളും സങ്കല്പങ്ങളുമാണ് ഉണ്ടായിരുന്നത്. സത്യമായ പരിചയം ലഭിച്ചതോടുകൂടി എനിക്ക് പലതരം തെറ്റിദ്ധാരണകളിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞു. പരമാത്മാ സത്യം ശിവം സുന്ദരമാണ്, അമർ അജർ അവിനാശിയാണ്. സാർവഭൗമ സത്യതയെ മനസ്സിലാക്കിയതിനു ശേഷം ഈശ്വരനെ പ്രതിയുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും ചിന്തകളിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പരമാത്മാവ് എൻ്റെ ജീവിതത്തിൽ നിന്നും വേറിട്ട ഒരാളല്ല, അദ്ദേഹം എൻ്റെ അച്ഛനാകുന്നു. ആത്മാവിന് ഈശ്വരനുമായി ആഴമേറിയ സംബന്ധമുണ്ട്. പരമാത്മാവിനോട് പ്രത്യേകമായ ആകർഷണം, അടുപ്പം ഇവ ഉണ്ടാകാനും തുടങ്ങി. ഈ സംബന്ധം എന്നിൽ ശക്തി നിറച്ചു, ബലം നൽകി. സ്വയത്തെ ദുർബലയും സാധാരണയുമായി വിചാരിച്ചു കൊണ്ടിരുന്ന എനിക്ക് ഈശ്വരശക്തികളാലും ഈശ്വരൻ്റെ ജ്ഞാനത്താലും സർവശക്തികളും എനിക്ക് അനുഭവമായിക്കൊണ്ടിരുന്നു. ജ്ഞാനയോഗങ്ങളുടെ ബലത്താൽ എൻ്റെ ജീവിതവും ഭാവിയും ഉജ്ജ്വലമായി മാറുന്നത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് ഈ സങ്കല്പം വന്നു,
എന്തുകൊണ്ട് എൻ്റെ ഈ ജീവിതത്തെ പരിധിയില്ലാത്ത ഈ സേവനത്തിൽ സമർപ്പിച്ചുകൂടാ എന്ന്. ബ്രഹ്മകുമാരീസുമായി ബന്ധം വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സേവന മനോഭാവമുള്ളതാണ്. രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് സമർപ്പിതമാകാൻ സങ്കല്പം വരാറുണ്ട്. അതിനുള്ള പ്ലാറ്റ്ഫോം എനിക്ക് ലഭിച്ചു. വിശ്വസേവനത്തിന് ദൈവം വിശ്വനാഥനാണ്, വിശ്വത്തിൻ്റെ പിതാവാണ്. അപ്പോൾ ഈ രാജ്യത്തിനും ഉപരിയായി ഉയർന്ന് വിശ്വത്തിന് മംഗളകാര്യങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ ശരീരം, മനസ്സ്, ധനം എന്നിവ സമർപ്പിച്ചുകൊണ്ട് ഈ വിശ്വത്തിനെ ഏറ്റവും ഉന്നതമായ സ്വർണിമ യുഗമാക്കാൻ, അതായത് പരസ്പര സ്നേഹവും ബഹുമാനവും ഉള്ള ഒരു ലോകത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി, അങ്ങനെയുള്ള ഒരു സുന്ദര സമൂഹത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഈ ജീവിതത്തെ സമർപ്പണം ചെയ്യുക ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. അന്ന് ഞാൻ എടുത്ത ആ തീരുമാനത്തിൽ പരമാത്മാവിൻ്റെ ബലവും സഹയോഗവും കൂട്ടും മാർഗദർശനവും ഓരോ ക്ഷണത്തിലും ഉണ്ടായിരുന്നു. ആ ആധ്യാത്മിക മാർഗദർശനത്താലാണ് ഇന്ന് എൻ്റെ ആത്മീയ യാത്ര ഇത്രയും സഫലമായി മുന്നോട്ട് പോകുന്നത്. ആദ്യമായി സേവനം ലഭിച്ചത് പച്ചപ്പ് നിറഞ്ഞ ദക്ഷിണ ഭാരതത്തിലായിരുന്നു. എങ്കിലും യഥാർത്ഥമായ ഒരു സേവനക്ഷേത്രം ലഭിച്ചത് മരുഭൂമിയായ രാജസ്ഥാനിലാണ്. അവിടുത്തെ സേവനം അവിടെയുള്ള ജീവിതത്തെയും അവരുടെ സംസ്കാരത്തെയും ജീവിത യാഥാർത്ഥ്യത്തെയും മനസ്സിലാക്കാൻ ഏറെ സഹായിച്ചു. രാജസ്ഥാനിലെ ഗ്രാമങ്ങളിലുള്ള സേവനം എനിക്ക് ജലത്തിൻ്റെ മൂല്യം എന്താണ് എന്ന് മനസ്സിലാക്കി തന്നു. വളരെ കഠിനമായ പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യർ എങ്ങനെയാണ് സ്വന്തം ജീവിതം മുന്നോട്ട് നീക്കുന്നത് എന്ന കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു വൃക്ഷം പോലുമില്ലാത്ത വറ്റിയുണങ്ങിയ മണലാരണ്യത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലായി. ഈ സത്യജ്ഞാനം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്നുണ്ടാകുന്ന ബഹുമാനവും സ്നേഹവും സന്തോഷവും നമ്മുടെ ജീവിതങ്ങളെ ഇനിയും ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുള്ള വലിയ ഒരു പ്രേരണയായി ഭവിച്ചു. ആ രീതിയിൽ 6-7 വർഷം രാജസ്ഥാനിൽ സേവനം ചെയ്തുകൊണ്ട് എനിക്ക് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മനസ്സിലാക്കാനും അവരുടെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാനും അവരുടെ ഭാവനകൾ മനസ്സിലാക്കുന്നതിനും കഠിനാധ്വാനത്തിനെ കാണുന്നതിനുമുള്ള അവസരം ലഭിച്ചു. അതിനുശേഷം കഴിഞ്ഞ 30 വർഷമായി ഞാൻ ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശും വളരെയധികം വ്യത്യസ്തങ്ങളായ സംസ്കൃതികളും സംസ്കാരങ്ങളുമുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞതാണ്. ഞാൻ കണ്ടത് വളരെ ഉന്നതമായ സംസ്കാരവും സംസ്കൃതിയും ഉള്ളവരാണ്. എല്ലാവരും തന്നെ ഈശ്വരനെ പ്രതി വളരെയധികം സ്നേഹവും ബഹുമാനവും ശ്രദ്ധയും ഉള്ളവരാണ്. വിവിധ മേഖലകളിലെ ആൾക്കാരുമായി സമ്പർക്കത്തിലേർപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ് എല്ലാവരുടെയും സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ബ്രഹ്മകുമാരീസിൽ വന്നതിൽ പിന്നെ എൻ്റെ ബുദ്ധിക്ക് എൻ്റെ കുറവുകളായ ഞാൻ, നീ എന്നുള്ള സങ്കല്പങ്ങൾ ഒന്നുമില്ലാതെ, പരിധിയില്ലാതെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. പരിധിയില്ലാത്ത പ്രവർത്തനങ്ങളുടെ സങ്കല്പങ്ങൾ വരാറുണ്ട്. നാം ഒരു പ്രത്യേക വ്യക്തിയുടേതല്ല, നാം എല്ലാവരുടെയുമാണ് എന്നുള്ള സങ്കല്പം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സേവാക്ഷേത്രത്തിൽ വെച്ചാണ് എനിക്ക് പരിധിയില്ലാത്ത മാതൃത്വത്തിൻ്റെ ഭാവന ഉണർന്നത്. പരമാത്മാവിനെ സ്വന്തം പിതാവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ മനസ്സിലാക്കി എൻ്റെ ജീവിതം അവർക്ക് സമർപ്പിച്ചപ്പോൾ എന്നിലെ പരിധിയില്ലാത്ത മാതൃത്വത്തിൻ്റെ ശക്തി ഉണർന്നു. പരിധിയില്ലാത്ത നാരീശക്തിക്ക് അസംഭവ്യത്തെ സംഭവ്യമാക്കാനുള്ള കഴിവുണ്ട് എന്ന സത്യം മനസ്സിലാക്കുന്നതിനും കർമ്മക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിനും സാധിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മുടെ സമ്പർക്കത്തിൽ വരുന്ന സഹോദരീ സഹോദരന്മാരുടെ സംസ്കാര പരിവർത്തനം മാതൃത്വത്തിൻ്റെ ശക്തിയിലൂടെ സാധിക്കുന്നതാണ്. ഇന്ന് അറിവുകൾ മാത്രമല്ല കൊടുക്കേണ്ടത്, സംസ്കാര പരിവർത്തനത്തിൻ്റെ ആവശ്യമാണ് ഉള്ളത്. ആ കാരണം കൊണ്ട് തന്നെ ഈ സംഘടനയിൽ ലഭിക്കുന്ന ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ഉപയോഗത്തിലൂടെ നമുക്ക് സംസ്കാര പരിവർത്തനം നടത്താൻ സാധിക്കുന്നുണ്ട്. വളരെ കഠിനമായ സംസ്കാരങ്ങളിൽ പോലും പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ദൈവീകമായ സംസ്കാരങ്ങളുടെ വിത്ത് വിതയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ആദർശവാനായ മനുഷ്യൻ്റെ നിർമ്മാണം, ഒരു നാഗരികതയ്ക്ക് എങ്ങനെയുള്ള പൗരന്മാരെയാണോ ആവശ്യം അങ്ങനെയുള്ള പൗരന്മാരുടെ നിർമ്മാണം, ഇതെല്ലാം സാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾക്കാണ് നമ്മളും സഹായിക്കുന്നത്.
ഞാൻ ഇപ്പോൾ ഈ ക്ഷണത്തിൽ എൻ്റെ ഇതുവരെയുള്ള യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഗദ്ഗതമാണ് ഉണ്ടാകുന്നത്. ഉള്ളിൽ നിന്നും വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നു. എൻ്റെ ഈ യാത്രയിൽ എൻ്റെ ശരീരം, മനസ്സ്, ധനം, ശ്വാസം, സങ്കല്പം ഇവയെല്ലാം തന്നെ സഫലമായിട്ടുണ്ട്. സഫലതയുടെ ഉന്നതങ്ങളിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. എവിടെയും പശ്ചാത്താപം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമൂഹത്തിലേക്ക് വന്നിരിക്കുന്നത് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരിക്കലും ഉപഭോഗത്തിന് മാത്രമായിട്ടല്ല. ജ്ഞാനം ലഭിക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഇനിയും ഈ ലോകത്തിൽ പലതും കാണാനുണ്ട്, കഴിക്കാനുണ്ട്, പലതരം വസ്ത്രങ്ങൾ ധരിക്കാനുണ്ട്. ഉപഭോഗത്തിൻ്റെ സങ്കല്പങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സത്യമായ ജ്ഞാനം എൻ്റെ ബുദ്ധിയുടെ പൂട്ടിനെ തുറന്നു, ജീവിതത്തിൻ്റെ വാസ്തവികത എന്ത് എന്ന് മനസ്സിലാക്കി തന്നു. മറ്റുള്ളവർക്ക് നാം എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ള സങ്കല്പങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള സംസ്കാരവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ പരമാത്മാ പരംപിതാവിനോട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അവർ നമ്മെ സ്നേഹമെന്ന കുടുംബത്താൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ സംഘടന ഒരു ഗുരുകുലം പോലെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കുടുംബം പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും പരമാത്മാവിൻ്റെ കുട്ടികളാണ്. നമ്മളെല്ലാവരും സമർപ്പിത ജീവിതമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഒരുമിച്ച് താമസിക്കുന്ന ഞങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത്. ഇവിടെ ക്ലാസ്സിനായി എത്തിച്ചേരുന്ന സഹോദരീ സഹോദരങ്ങളും സ്നേഹത്തിൻ്റെ ചരടിൽ ബന്ധിക്കപ്പെട്ട് പരസ്പരം സ്നേഹ ബഹുമാനങ്ങളോടെ ഒരു കുടുംബത്തിലെന്ന പോലെയാണ് കഴിയുന്നത്. നമുക്ക് ഏവർക്കും ഈ ലക്ഷ്യമാണുള്ളത്. ഏത് രീതിയിലാണോ നാം ഈ ജ്ഞാനയോഗങ്ങൾ ഉപയോഗിച്ച് പരസ്പരം വ്യത്യസ്തമായ ഭാഷ, ധർമ്മം, കളർ ഇവയെല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു കുടുംബം പോലെ കഴിയാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ വിശ്വത്തെയും ഒരു കുടുംബമായി മാറ്റുക. ഈശ്വരനും നമുക്ക് ഈ സങ്കല്പമാണ് നൽകിയത്. പുതിയ വിശ്വം, പുതിയ കുടുംബം. അതിനെയാണ് സത്യയുഗമെന്ന് വിളിക്കുന്നത്. അവിടെ എല്ലാവർക്കും പരസ്പര സ്നേഹ ബഹുമാനങ്ങൾ ഉണ്ടായിരിക്കും. ഏകമതമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഏകത ഉണ്ടായിരിക്കും. ഞങ്ങൾ ഈ സങ്കല്പം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ലഭിക്കുന്ന ജ്ഞാനവും യോഗവും കാരണം ഈ വിശ്വവിദ്യാലയത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ഉപയോഗിച്ച് ഓരോ മനുഷ്യനെയും സഹയോഗിയാക്കി മാറ്റിക്കൊണ്ട് സ്വർണിമയുഗത്തിൻ്റെ നിർമ്മാണം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ജീവിതവും സഫലമായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. എനിക്ക് ഇന്ന് ലഭിച്ച ഈ അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ്, ഈശ്വരനെക്കുറിച്ച് കേൾക്കുന്നത് എപ്പോഴും വളരെ നന്നായി തോന്നിയിരുന്നു. എന്നാൽ ഭഗവാൻ ആരാണ് എന്ന് അറിയാനും ഭഗവാന്റേതായി മാറിക്കൊണ്ട് അവരുടെ കാര്യങ്ങളുടെ സഹയോഗിയായി ജീവിക്കുക എന്നത് താങ്കൾക്കും അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. ഈ അറിവിനെക്കുറിച്ച് കേൾക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ കുട്ടിയുടെ ധൈര്യത്തിൻ്റെ ഒരു ചുവടുവയ്പ്പിന് ഭഗവാന്റെ സഹായം തീർച്ചയായും ഉണ്ടായിരിക്കും. ഈശ്വരൻ സത്യം, ശിവം, സുന്ദരനാണ്. ഈശ്വരൻ ഗുണത്തിൻ്റെ സാഗരനാണ്. അജർ, അമർ, അവിനാശിയാണ്. അവരുടെ ജ്ഞാനത്തിൻ്റെ സുന്ദരത, അവരുടെ അറിവിൻ്റെ സുന്ദരത, കർത്തവ്യത്തിൻ്റെ സുന്ദരത ഇതുപോലെ നമ്മുടെ ജീവിതം ആയിത്തീരും. അത് സാധിച്ചാൽ നമുക്ക് പറയാം, ഈ വിശ്വത്തിൽ വന്ന് നമ്മുടെ ജീവിതം സഫലമായി, സാർത്ഥകമായി എന്ന്. നമ്മുടെ ജീവിതം സത്യമെന്ന് വിളിക്കാനാകും. അമരനും അവിനാശിയുമായി മാറുന്നത് നമുക്ക് അനുഭവിക്കാനാകും. ഗുണങ്ങളാൽ നിറഞ്ഞതായി മാറും. ഇതുതന്നെയാണ് എൻ്റെ സങ്കല്പം, ഇതുതന്നെയാണ് എൻ്റെ ഭാവന. ഈ അവസരത്തിൽ ഞാൻ ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓം ശാന്തി.